ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പുതിയ റേഷൻ കാർഡ് വരുന്നു. നിലവിലുള്ള റേഷൻ കാർഡ് ഇല്ലാതെയാവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി വി തിലോത്തമൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച ഒരു കാര്യമാണ്. അതിനു മുമ്പ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതായത് നമ്മുടെ നിലവിലുള്ള ബുക്ക് രൂപത്തിലുള്ള റേഷൻ കാർഡ് ഇല്ലാതെയാവുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ തുടങ്ങുന്നതായിരിക്കും. നമുക്ക് ഇനി പുതിയ കാർഡ് രൂപത്തിലുള്ള റേഷൻ കാർഡാണ് ലഭിക്കാൻ പോകുന്നത്. QR കോഡും ബാർകോഡും ഒക്കെ ഈ ഒരു കാർഡിൽ ഉണ്ടാകും. നമ്മുടെ റേഷൻ വിതരണം സുഗമമാവും. റേഷൻ കടകളിൽ QR സ്കാനർ കൂടി വെക്കുന്നതായിരിക്കും. അപ്പോൾ റേഷൻ വിതരണം സുഗമമാകും. അതുപോലെ തന്നെ ഡിജിറ്റൽ രീതിയിലേക്ക് റേഷൻ കാർഡ് മാറുന്നതോടുകൂടി ഉപയോഗിച്ച് എല്ലാ വിവരങ്ങളും പെട്ടെന്ന് നമുക്ക് ലഭിക്കും. ഫോട്ടോ പതിച്ച ഈ ഒരു കാർഡ് തിരിച്ചറിയൽ രേഖയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പം അത്തരത്തിലുള്ള ഒരു റേഷൻ കാർഡാണ് വരുന്നത്. ആ ഒരു റേഷൻ കാർഡ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് നിലവിൽ മുൻഗണനാ പട്ടികയിലേക്ക് ആളുകളെ ഉൾപ്പെടുത്താനുള്ള മാനദണ്ഡങ്ങളിൽ ലഘൂകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ഇതേ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നമുക്കറിയാം, ഇപ്പോൾ BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള മാനദണ്ഡങ്ങളുമുണ്ട്. അപ്പോൾ വലിയ രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക്, മാറാ രോഗികൾക്ക്, വലിയ കഷ്ടത അനുഭവിക്കുന്നവർക്ക്, ഇത്തരം ആളുകൾക്കൊക്കെ ഈ ഒരു കർശന നിബന്ധനയിൽ ഇളവ് വരുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് ഇന്നലെ ഭക്ഷ്യമന്ത്രി വി തിലോത്തമൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരെയും